SKN ഇറാനെ ശിലായുഗത്തിലേക്ക് അയക്കും എന്നാണ്, ഇറാൻ ശിലായുഗത്തിലാക്കുമെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒടുവിൽ വന്ന പ്രസ്താവന. പക്ഷേ ആ പ്രസ്താവനയ്ക്ക് ഇപ്പോൾ ഡൽഹിയിലുള്ള ഇന്ത്യയിലെ ഇറാൻ എംബസി ഒരു മറുപടി പ്രസ്താവന നൽകിയിട്ടുണ്ട്. ഇറാനെ ശിലായുഗ കാലത്തേക്ക് തിരികെ എത്തിക്കുന്നത് അവർ തന്നെയാണ് എന്ന കാര്യമാണ് പറയുന്നത്. 7000 വർഷത്തെ സംസ്കാരമുള്ള രാജ്യമാണ് ഞങ്ങളുടേത്. ചരിത്രത്തിന് ഇറാനെ നന്നായി അറിയാം. അതിൽ വ്യക്തമായിട്ടുള്ളത് ശിലായുഗം മുതൽ ആധുനിക കാലം വരെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതും മാനവരാശിക്കെതിരായ കുറ്റങ്ങൾ ചെയ്തു കൂട്ടിയതും നിങ്ങളാണ് എന്നതാണ് ഇറാൻ എംബസി പറയുന്നത്. US തൻ്റെ സൈനികരെ കല്ലറകളിലേക്കാണ് അയക്കുന്നതെന്നും ഈ എംബസി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്തകളിലൊന്ന് വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്ന ഒരു വാർത്തയാണ്. അതിൽ പറയുന്നത്, അത് അമേരിക്കയിലെ ഉന്നത സൈനിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നത് ഇറാൻ്റെ പക്കൽ ഇപ്പോഴും സമ്പുഷ്ടീകരിച്ച യുറേനിയമുണ്ട്. 400 ടണ്ണോളം ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് പറയുന്നത്. ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് കടത്തുക എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നു. അതിന് പക്ഷേ കരമാർഗമേ കഴിയുകയുള്ളൂ. അത് അങ്ങേയറ്റം അപകടകരമായ ഒരു പ്രക്രിയയാണ്. അത് ഈ ഇഫാൻസിലും അതോടൊപ്പം തന്നെ നഥാൻസിലും അവരുടെ പ്രധാനപ്പെട്ട ഈ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് കടത്തേണ്ടത്. അതിന്റെ ബാഹ്യഭാഗം തകർന്നു കിടക്കുകയാണ് ഈ മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയുടെ. അതെ, ഭൂഗർഭ അറകളിലാണ് ഇതിപ്പോൾ ഉള്ളത്. അവിടെ പോയി ഇത് കൊണ്ടുവരിക എന്നത് വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. അതിനുവേണ്ടി പ്രത്യേക സായുധ വിഭാഗങ്ങളെ വിന്യസിച്ചേക്കും. അത് ഏത് നിലയിൽ എന്നിപ്പോൾ പറയാനാവില്ലെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങേയറ്റം അപകടകരമായ ഒരു കാര്യമായിരിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് യുദ്ധം, അതിൻ്റെ ലക്ഷ്യം അമേരിക്ക പറയുന്നത് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൊണ്ടുവന്നാൽ മാത്രമേ അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കൂ എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.